ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കാര്യം നടന്നു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അങ്ങനെ കോഴിക്കോട് വന്നിറങ്ങി. എവിടെടാ ബസ്? ഇത്രയൊക്കെ ഇറങ്ങി കുറച്ചുണ്ട്. കാല് ചെരുപ്പിട്ട് സ്ലിപ്പ് വാങ്ങും. ആ നടുപ്പാതൊക്കെയുടെ അത് അവിടെ ഇല്ലേ? അവിടുന്ന് കുറേ കയറാനില്ലേ? മേലെ പോയിട്ട് അവിടുന്നെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയാൽ മതി. ഞങ്ങളിപ്പോൾ തിരിച്ച് വന്നിടത്ത് തന്നെ എത്തി. കിട്ടൂല, വെള്ളം കിട്ടിയാണ്. അത് കിട്ടിയില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രെയിം എന്തായാലും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തൽക്കാലം വെള്ളത്തിൻ്റെ ഫ്രെയിമിൽ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. കാരണം കാണിച്ചില്ല, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത ആൾക്കാരെ കണ്ടോ? ഇത്രയും ആളുണ്ട്. ഞങ്ങൾ ഇവിടെ നട്ടം എടുക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നല്ല വെയിലുണ്ട്, താഴെ കുറേ വെള്ളം നനഞ്ഞ് മഴ നനഞ്ഞ് ഇനി അത് ഉണങ്ങാൻ മേലെ വന്ന് വെയിലെത്തി. പലതരം പരീക്ഷണങ്ങളാണ്. ഇവിടുന്ന് എടുക്കാൻ പറ്റിയില്ല, നല്ല വെയിലും കുറേ സീനായിട്ട്. വേറെ ലൊക്കേഷനിലേക്ക് പോകണം. ഇവിടുന്ന് വേറൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോകാം. ഈ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി. എന്താ വരുന്നവരെക്കാട് ഡബിള് ഇത്രയൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ വേറെ ലൊക്കേഷൻ കൊണ്ടായി. മൂന്നാമത്തെ ലൊക്കേഷൻ ചേഞ്ച് ആയി. രാവിലത്തൊന്നും കഴിച്ചില്ല. എന്തെങ്കിലും കഴിക്കണ്ട്. കൊച്ചിന്ന് കുറേ വരും. കൊച്ചിന്ന് അടുത്തല്ലേ? കൊച്ചിന്ന് ബൈക്കെടുത്ത് ഇവിടെ വന്നപ്പോൾ പോകുമ്പോൾ ഒരു വണ്ടിയില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മളെ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ കയറിയ ആൾക്കാരാ ബാക്കി. എന്താ കഴിക്കുക? ഫ്രൈഡ് റൈസ് അല്ലേ കഴിക്കല്ലേ? ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഒരു മിനിമം ടേസ്റ്റ് ഉണ്ടാവും. ഒക്കെ എന്താ കഴിക്കുക? വയ്യാണ്ടായി പോയില്ലേ? അമ്മോ, ആകെ ഒരു പഴംപൊരിയും ഒരു ഉഴുന്നോടെയും ഒരു കോഫിയും ഇതെല്ലാം ഉള്ളൂ. അതുപോലെ അതൊരു സംഭവം. വെള്ളച്ചാട്ടം മൊത്തത്തിൽ സൈഡായിരിക്കാം. ഇത്രയേ ഉള്ളൂ. ലൂസായിട്ട് ഭയങ്കര ചാമ്പൽ കിട്ടി. കറിയാണ് വെള്ളം പോലുള്ള കറി. ഒരു രസമില്ല. ഇപ്പോഴുണ്ട് ലൈവ് ആണെങ്കിൽ ലൈവ് നമ്മൾ പ്രതീക്ഷിച്ച് മിൻ ലൈവ് നമ്മൾ പറയാൻ വെച്ചാ നമ്മള് പ്രതീക്ഷിച്ച് 25 ആവാൻ പറഞ്ഞേ. 25 പറഞ്ഞിടത്തിൽ ഞാൻ 30 ഉണ്ടാവും പറഞ്ഞു. മിൻ ലൈവ് ഇല്ലാന്ന്, ലൈവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ലൈവ് എടുക്കുമായിരുന്നു. ലൈവിന്റെ വില 40. ചോദിച്ചു നോക്കാം. ആ സ്ഥലത്തിന്റെ പേരെന്തേനി? അവിടെയുള്ള ഫോറസ്റ്റ് ഗാർഡ് നമുക്ക് വേറെ സ്ഥലം പറഞ്ഞു. ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ പോയിക്കോ. വാൾപ്പാറ ഇതിന് മുന്നേ ഉള്ളത്. ലേഡീസ് ഞങ്ങൾ തോറ്റു കൊടുത്തു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. നിങ്ങളുടെ റേഞ്ച് പോലുമില്ല. അയാൾ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോകും. അപ്പോഴാണ് ഡ്രസ്സ് മാറ്റി വിചാരിക്കും നമ്മുടെ വ്യൂവേഴ്സ്. അതൊക്കെ അവിടെ നിന്ന് തന്നെ അങ്ങനെ പെട്ടെന്ന് മാറ്റി കഴിച്ചു. ഡ്രസ്സൊക്കെ മാറ്റി പരസ്യമായിട്ട്
വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റിയല്ലേ, വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റിയാണ്. ഒരു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉണ്ടായില്ല. കുറേ ശ്രമിച്ചു ഇല്ലാന്ന് കണ്ടപ്പോൾ ഇവിടെ നേരെ മഴയത്ത് നിന്ന്, മഴയത്തല്ല പിന്നെ ഒരു ദിവസം എടുക്കാം, പിന്നെ വേറെ എവിടെ നിന്ന് എടുക്കും, വീഡിയോ എന്തായാലും എടുക്കും, പഠിച്ചാൽ മതി. അവിടെ പോയി അവിടുന്ന് സ്റ്റെപ്പ് ആ കണ്ട ആൾക്കാരെ മുമ്പെന്നൊക്കെ പഠിച്ചിട്ടത് എന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. കുറച്ച് കല്ലും മുള്ളും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് അത്രയും നോക്കില്ലേ. അപ്പോൾ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ചാലക്കുടി തിരിച്ചെത്തി. നല്ല സ്ഥലം, നല്ല വെയിൽ. ഇവിടെ ഇനി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വേറെ, KSRTC ബസ് സ്റ്റാൻഡ് വേറെയാണെന്ന് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കി. അപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുക. അധിക ദൂരമില്ല, 1 കിലോമീറ്റർ പോലും ഇല്ല. പക്ഷേ വേണ്ട, കുറച്ചല്ലേ ഉള്ളൂ. കാര്യം നടന്നു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി, പക്ഷേ വീഡിയോ കിട്ടിയില്ല. അത് പിന്നെ എടുക്കാം. ഡാൻസിന്റെ വീഡിയോ മാത്രം കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം കിട്ടി. അത് പിന്നെ എടുക്കും നമ്മൾ. ശരിയല്ല, ചാമ്പലും കിട്ടി തുടക്കാൻ. തൃശ്ശൂരെത്തിയ സീറ്റ് കിട്ടിയില്ലേ? കിട്ടിയ ബസ്സിൽ കയറിയതാ. അങ്ങനെ കോഴിക്കോട് വന്നിറങ്ങി നേരെ ടോപ്പ് ഫോമിലേക്ക് എത്തി. ഇനി നല്ല കോഴിക്കോട് ഫുഡ് കഴിക്കുക. ആ കെട്ട ഫുഡ് കഴിച്ചതിൻ്റെ എഫക്റ്റ് ഉണ്ട്. എന്താ ചെയ്യാ? ബിരിയാണിയോ ബീഫ്? കമോൺ. ഇത്ര നേരെ ബസ്സിലിരുന്ന് 5.5 മണിക്കൂർ വയ്യാണ്ടായി പോയി. എന്നാ അവിടെ എഡിറ്റ് ചെയ്താലോ? ശരി. എന്താ വേറെ എവിടെ എത്തിയാലേ? ഇതിലേ നടക്കല്ലാട് വണ്ടിമേല ഇങ്ങനെ തൊഴിലടിച്ച് പോകാല്ലാണ്ട്. എവിടെടാ ബസ്? അങ്ങനെ തിരിച്ച് ദേശത്തിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി, ട്രിപ്പൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഇനിയിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യണം, മാക്സിമം നേരത്തെ പോസ്റ്റ് ചെയ്യണം. നമ്മൾ പോയ ഉദ്ദേശമൊക്കെ നടന്നു, പക്ഷേ ഡാൻസൊക്കെ പഠിച്ച് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അത്ര ആൾക്കാരിനി. ക്രൗഡ് എന്ന് വെച്ചാൽ മാരക ക്രൗഡ്. നമുക്കൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് അവിടുന്ന് ഒരാൾ മാറി കിട്ടിയാലേ ഞങ്ങൾക്ക് അവിടെ കയറിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളവിടെ കയറി നിന്നാൽ തന്നെ അതെടുക്കാൻ, ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഒരു കുട്ടീൻ്റെ അടുത്ത് ഫോൺ കൊടുത്ത്, പക്ഷെ അപ്പോഴേക്കും അവിടെ വേറെ ആൾക്കാർ വന്നെത്തി. പിന്നെ അവിടുന്ന് മേലെ പോയി വാട്ടർഫോൾസിന് മേലെ നിന്ന് എടുക്കാൻ വിചാരിച്ചു. അവിടെ മാരക വെയിൽ, താഴെ ഭയങ്കര മഴ മാതിരി വെള്ളവും മേലെ ഭയങ്കര വെയിലും. അങ്ങനെ കാണുന്നുമില്ല. അതന്നെ ഭയങ്കര വെയിൽ. ഞങ്ങൾ എടുക്കാൻ നോക്കി, പക്ഷെ വെയിലറിയില്ല, തൊട്ട് മേലെ സൂര്യനുള്ളത്. അപ്പോൾ നമ്മളെ കാണൂല, തീരെ രസം ഉണ്ടാവില്ല വീഡിയോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് വേറെ ഏതോ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്ത് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ആ സ്ഥലത്തിൻ്റെ പേരും ഓർമ്മയില്ല. ഞങ്ങൾക്കാണ് വയ്യാണ്ട് പോയി. ഫുഡ് കഴിച്ച് മടുത്ത് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയുള്ളതായിപ്പോയി. കാരണം അത്രയും നമ്മൾ
അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഒരു വീഡിയോ എടുക്കാൻ ഒരു 20 സെക്കൻഡ് വീഡിയോ ആകുള്ളൂ. അതെടുക്കാൻ വേണ്ടി ഞങ്ങൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്ത്. പക്ഷേ പറ്റുന്നില്ല. അതിൻ്റെ ചടപ്പും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പോകുന്നു. ഫസ്റ്റ് ട്രിപ്പ് അല്ലേ, റെഡിയാവും. നമ്മൾ പഠിച്ച് അവിടുന്ന് അത്രയും ആൾക്കാരെ മുമ്പ് നമ്മൾ ഡാൻസ് പഠിച്ച് അല്ലേ. ഞങ്ങളൊന്ന് പ്രിപ്പയർ ഒന്നും ചെയ്യാണ്ട് പോയതാ. പക്ഷെ പ്രിപ്പയർ ചെയ്ത് പോയില്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ പോയ ടൈമിൽ അവിടെ തീരെ ആളില്ല പറഞ്ഞാൽ അത്ര ക്രൗഡില്ല, ഒന്ന് മാറാൻ പറ്റിയതിന്. പക്ഷെ അവിടെ എത്തി ഞങ്ങൾ പഠിക്കുമ്പോഴേക്കും അതാ ആൾക്കാർ വന്ന് പിന്നെ നമ്മൾ നോക്കുമ്പോ വന്നുകൊണ്ടിരിക്കുക ആൾക്കാര്. ഞങ്ങള് 10-40 മിനിറ്റ് അവിടെ കുറെ നേരം 10-40 മിനിറ്റ് കൊണ്ട് നമ്മള് പഠിച്ചു. 20 സെക്കൻഡേ ഉള്ളൂ. നമ്മളത്ര വലിയ മുദ്യ ഡാൻസ് ഒന്നുമല്ലല്ലോ. അങ്ങനെ എടുക്കാൻ പോയി, പറ്റിയില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ അവിടുന്ന് എടുക്കണമെന്നുണ്ട്. പക്ഷേ അത്ര നല്ല വ്യൂവും അവിടുന്ന് എടുക്കാൻ പറ്റാത്ത സങ്കടവും എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ മതി, ഇനി അടുത്തതിൽ റെഡി ആക്കാതെ വിചാരിച്ചും കൂടെ പോകുന്നു. ബസ് കയറി KSRTC കയറിയപ്പം 2:30 കയറിയല്ലേ, 2:30 കയറിയിട്ട് 7:30-8 മണി അയക്കുന്നു, 8 മണിയുടെ അടുത്ത് അയക്കുന്നു ഇവിടെ എത്താൻ. അത് തന്നെ ഇരുന്ന് മതിയായി. ചാലക്കുടിയിൽ നിന്ന് കയറിയിട്ട് പിന്നെ തൃശ്ശൂർ എത്താനായപ്പോഴാണ് സീറ്റ് കിട്ടിയത്. ഇരുന്നിരുന്ന് കാലും വേദനയാവും, ഇരുന്നിട്ട് കാല് വേദനയാവും. കാല് തരുത്തിട്ട് കാല് വേദന ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എത്തി എന്തെങ്കിലും കഴിച്ചാൽ മതി, എന്തെങ്കിലും കുടിച്ചാൽ മതി ഉള്ളതായിട്ട് വേഗം ഇവിടെ എത്തി. വേഗം പോയി ഫുഡും കഴിച്ച് അടുത്ത ബസ് കാത്തുനിന്ന് ബസ്സും ഇല്ല. അവസാനം ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പം എഡിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് ബാംഗ്ലൂർ പോകും. അപ്പം അതിന് മുമ്പേ ഇവന് വർക്കൊക്കെ ഉള്ളത്. അപ്പം തന്നെ മാക്സിമം എഡിറ്റ് ചെയ്ത് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാനുള്ളത് നോക്കണം. അപ്പം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇനിയും പോവും. നമ്മള് എല്ലാ മാസവും ഒരു പോക്ക് എന്തായാലും പോകും. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സംസാരിച്ച് വരുന്നല്ലോ, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. കമന്റ് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനിയിപ്പം അത്രേ ഉള്ളൂ പറയാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.